നമസ്കാരം. ഒരാൾക്ക് ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുമോ? ഇന്ന് നമ്മൾക്ക് അങ്ങനെ ഒരാളുടെ കഥ കേൾക്കാം. വ്യവസ്ഥിതിയെ തന്നെ വെല്ലുവിളിച്ച ഒരു വിശുദ്ധൻ, ശ്രീനാരായണ ഗുരു. അദ്ദേഹം എത്രത്തോളം സ്വാധീനമുള്ള വ്യക്തിയായിരുന്നുവെന്നറിയാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. 1999 20-ാം നൂറ്റാണ്ട് അവസാനിക്കാറായപ്പോൾ ഒരു പ്രമുഖ പത്രം ഒരു സർവേ നടത്തി. ആരാണ് നൂറ്റാണ്ടിന്റെ മലയാളിയെന്ന്. ആ തെരഞ്ഞെടുപ്പിൽ വന്ന പേര് ശ്രീനാരായണ ഗുരുവിൻ്റേതായിരുന്നു. ചിന്തിച്ചു നോക്കൂ, ഒരു നൂറ്റാണ്ടിന് തന്നെ നിർവചിച്ച വ്യക്തി. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ആരായിരുന്നു ഈ മനുഷ്യൻ? എങ്ങനെയാണ് അദ്ദേഹം ഇത്ര വലിയൊരു പാരമ്പര്യം, ഇത്രയധികം ആദരവ് നേടിയെടുത്തത്? ശരി, നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് ആഴത്തിൽ പോയി നോക്കാം. അപ്പോൾ നമുക്കാദ്യം അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു വിപ്ലവകാരിയായ സന്യാസിയുടെ പാരമ്പര്യം. അതായത്, അദ്ദേഹത്തിന്റെ ജീവിതകഥയിലേക്ക് കടക്കുന്നതിനു മുൻപ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇന്നും ഇത്രയധികം ഓർമ്മിക്കപ്പെടുന്നത്, ആരാധിക്കപ്പെടുന്നത് എന്ന് നോക്കാം. ഇന്നത്തെ കാലത്തും അദ്ദേഹത്തിന്റെ സ്വാധീനം എത്ര വലുതാണെന്ന് നോക്കൂ. 2006 നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി നാണയങ്ങൾ വരെ പുറത്തിറക്കി. അതുമാത്രമല്ല, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. അത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ്. പ്രശസ്ത കവി ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എന്താണെന്നറിയോ? രണ്ടാം ബുദ്ധനെന്ന്. പോരാത്തതിന് അദ്ദേഹത്തെ ആരാധിക്കുന്ന നൂറുകണക്കിന് ഗുരുമന്ദിരങ്ങൾ ഇന്നും നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം ചരിത്രത്തിൽ എത്രമാത്രം വലുതാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് പുറകിലോട്ട് പോകാം. ഗുരു ജനിച്ച ആ കാലഘട്ടത്തിലേക്ക്, അതായത് 1856 കേരളത്തിലേക്ക്. കേരളത്തിലെ അടിച്ചമർത്തുന്ന ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നൊരു കാലം. അതൊരു സാമൂഹിക അനീതിയുടെ കാലഘട്ടമായിരുന്നു. അന്ന് കേരളത്തിലെ സമൂഹം ജാതിയുടെ പേരിൽ പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഇതിൽ പിന്നാക്ക സമുദായമെന്ന് മുദ്രകുത്തപ്പെട്ട ഈഴവ സമുദായത്തിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. അക്കാലത്തെ ആ വിഭജനം എത്രത്തോളം രൂക്ഷമായിരുന്നുവെന്ന് നോക്കാം. ഒരു വശത്ത് സവർണർ അഥവാ ഉയർന്ന ജാതിക്കാർ. അവർക്ക് ഒരുപാട് പ്രത്യേക അവകാശങ്ങളുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിലെ വിഗ്രഹപ്രതിഷ്ഠ പോലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇനി മറുവശത്ത് നോക്കിയാലോ, ഭൂരിപക്ഷം വരുന്ന താഴ്ന്ന ജാതിക്കാർ. അവർക്ക് കടുത്ത സാമൂഹിക വിവേചനമായിരുന്നു നേരിടേണ്ടി വന്നത്. ക്ഷേത്രങ്ങളിൽ കയറാൻ പാടില്ല, നല്ല വിദ്യാഭ്യാസം നേടാൻ പാടില്ല, അങ്ങനെ ഒരുപാട് വിലക്കുകൾ. ഇങ്ങനെയുള്ളൊരു സമൂഹത്തിലേക്കാണ് ഗുരു വരുന്നത്. ഈ അനീതിക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന നാണു എന്ന ഒരു സാധാരണ കുട്ടി എങ്ങനെയാണ് എല്ലാവരും ആരാധിക്കുന്ന ഒരു ഗുരുവായി മാറിയത്? നമുക്കാ യാത്രയെപ്പറ്റി കേൾക്കാം. ജ്ഞാനോദയത്തിലേക്കുള്ള ഒരു അന്വേഷകന്റെ പാത. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. 1856 ചെമ്പഴന്തിയിലാണ് നാണു ജനിക്കുന്നത്. 21-ാം വയസ്സിൽ അദ്ദേഹത്തെ പഠിക്കാനായി ഒരു വലിയ പണ്ഡിതന്റെ അടുത്തേക്ക് അയച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് നാണുആശാൻ എന്ന പേര് കിട്ടുന്നത്. എന്നാൽ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ അന്വേഷണം തീർന്നില്ല. 1880കൾക്ക് ശേഷം അദ്ദേഹം ഒരു പരിവ്രാജകനായി, അതായത് സത്യം തേടി അലയുന്നൊരു സന്യാസിയായി മാറി. ഒടുവിൽ ഏകദേശം 8 വർഷത്തോളം മരുത്വാമലയിലെ കാടുകളിൽ കഠിനമായ തപസ്സു ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുന്നത്. ഒരു സാധാരണക്കാരനിൽ നിന്ന് ഗുരുവിലേക്കുള്ള പരിണാമം. ശരി, ഇനി നമ്മൾ വരുന്നത് ഗുരുവിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ, ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു സംഭവത്തിലേക്കാണ്. ധീരമായ ഒരു പ്രതിഷ്ഠാകർമ്മം. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കിയ ഒരൊറ്റ പ്രവൃത്തി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതനിയമങ്ങളെ, പാരമ്പര്യങ്ങളെ ഒരാൾക്കൊറ്റയ്ക്ക് എങ്ങനെ വെല്ലുവിളിക്കാൻ കഴിയും? എന്നാൽ 1888 അരുവിപ്പുറം എന്ന സ്ഥലത്തു ഗുരു ചെയ്യാൻ പോയത് അതുതന്നെയായിരുന്നു. ആ രാത്രിയിലെ രംഗം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അരുവിപ്പുറത്ത് നദിക്കരയിൽ വലിയൊരു ജനക്കൂട്ടം കാത്തുനിൽക്കുകയാണ്. ഗുരുവാണെങ്കിൽ രാത്രി മുഴുവൻ ധ്യാനത്തിലാണ്. പെട്ടെന്ന് അർദ്ധരാത്രിയായപ്പോൾ അദ്ദേഹം നദിയിലേക്ക് ഇറങ്ങി നടന്നു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നു, കയ്യിലൊരു ശിവലിംഗവുമായി. എന്നിട്ട് അന്നുവരെ ബ്രാഹ്മണർക്ക് മാത്രം അവകാശമുണ്ടായിരുന്ന ആ പുണ്യകർമ്മം, ആ വിഗ്രഹപ്രതിഷ്ഠ അദ്ദേഹം അവിടെ സ്വയം നിർവഹിച്ചു. ചരിത്രം മാറുകയായിരുന്നു ആ നിമിഷം. തീർച്ചയായും ഇത് വലിയ കോളിളക്കമുണ്ടാക്കി. ഉയർന്ന ജാതിക്കാർ വന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, അബ്രാഹ്മണനായ നിങ്ങൾക്ക് പ്രതിഷ്ഠ നടത്താൻ എന്തവകാശമെന്നോ? അപ്പോൾ ഗുരു പറഞ്ഞ മറുപടിയുണ്ടല്ലോ, അത് ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, ബ്രാഹ്മണ ശിവനെയല്ല. വളരെ ലളിതമായ വാക്കുകൾ, പക്ഷെ ഒരു വലിയ സാമൂഹിക വിപ്ലവത്തിനാണ് ആ വാക്കുകൾ തീകൊളുത്തിയത്. അപ്പോൾ ആ അരുവിപ്പുറം പ്രതിഷ്ഠ ഒരു തുടക്കം മാത്രമായിരുന്നു. ആ ഒരൊറ്റ പ്രവൃത്തിയിൽ ഒതുങ്ങിയില്ല ഗുരു. അതിനുശേഷം തന്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ഒരൊറ്റ കാര്യത്തിനായി മാറ്റിവെച്ചു: ഒരുമയുള്ള ഒരു സമൂഹത്തിനായുള്ള ദർശനം പ്രചരിപ്പിക്കാൻ. അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ എല്ലാം കാതൽ എന്തായിരുന്നെന്നറിയാമോ? ഓം സാഹോദര്യം സർവത്ര.
അതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. ലോകത്തുള്ള എല്ലാവരും സഹോദരന്മാരാണ്, ദൈവത്തിന്റെ കണ്ണിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്, ജാതിയോ മതമോ നിറമോ ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല. 1913 അദ്ദേഹം സ്ഥാപിച്ച അദ്വൈതാശ്രമം ഈ തത്വത്തിനു വേണ്ടിയായിരുന്നു സമർപ്പിച്ചത്. അദ്ദേഹം ഇത് വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്. അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ചുമരിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിവെച്ചു: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇതിലും മനോഹരമായി ആ ദർശനം എങ്ങനെയാണ് പറയുക, അല്ലേ? കാലം മുന്നോട്ടു പോകുന്തോറും ഗുരുവിന്റെ കാഴ്ചപ്പാടുകളിലും മാറ്റങ്ങൾ വന്നു. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതത്തിൽ അദ്ദേഹം ഊന്നൽ നൽകിയത് മറ്റൊരു കാര്യത്തിനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ക്ഷേത്രങ്ങളെക്കാൾ പ്രധാനം വിദ്യാലയങ്ങളാണ്. അതായത് വെറും ആരാധനയല്ല, അറിവാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന തിരിച്ചറിവ്. ഇതൊരു വലിയ മാറ്റം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വെറും തത്വചിന്തകൾ മാത്രമായിരുന്നില്ല, വളരെ പ്രായോഗികമായിരുന്നു. ഉദാഹരണത്തിന്, അദ്ദേഹം തുടങ്ങിയ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. അതിൽ വിദ്യാഭ്യാസമുണ്ട്, ശുചിത്വമുണ്ട്, ഈശ്വരഭക്തിയുണ്ട്, അതോടൊപ്പം സംഘടന, കൃഷി, കച്ചവടം, കരകൗശലം, ടെക്നിക്കൽ ട്രെയിനിംഗ്, ഇതൊക്കെയും അതിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. കണ്ടില്ലേ, ഒരു സമൂഹത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു ബ്ലൂ പ്രിന്റ് തന്നെയായിരുന്നു അത്. നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരാം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എന്തുകൊണ്ടാണ് ഗുരുവിന്റെ സന്ദേശങ്ങൾ ഇന്നും ഇത്രയധികം പ്രസക്തമായി നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? അദ്ദേഹത്തിന്റെ നിലപാടുകൾ എത്രത്തോളം പുരോഗമനപരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ മഹാത്മാഗാന്ധിയുമായുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണം നോക്കിയാൽ മതി. ജാതിവ്യവസ്ഥയെപ്പറ്റി അവർക്ക് 2 കാഴ്ചപ്പാടുകളായിരുന്നു. താഴ്ന്ന ജാതിക്കാർ ഹിന്ദുമതത്തിൽ തന്നെ തുടരണമെന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. എന്നാൽ ഗുരു പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ജാതി എന്നത് ഒരു സാമൂഹിക സാമ്പത്തിക പ്രശ്നമാണ്, മതപരമായ ഒന്നല്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും അവർക്കിഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത് വളരെ റാഡിക്കലായൊരു ചിന്തയായിരുന്നു. അതുപോലെ തന്നെ സാമൂഹിക മാറ്റത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. 1926 SNDP യോഗത്തിന് കൊടുത്ത സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു, സംഘടന കൊണ്ടല്ലാതെ ഒരു സമുദായത്തിനും പുരോഗതിയുണ്ടാവില്ല. ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും നേടാനാവില്ല. ഒരുമിച്ച് ഒരു സംഘടനയായി നിന്നാൽ മാത്രമേ ഏതൊരു സമൂഹത്തിനും മുന്നോട്ടു പോവാൻ കഴിയൂ എന്നദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഗുരുവിന്റെ ആയിരക്കണക്കിന് ഉപദേശങ്ങളുടെയും തത്വങ്ങളുടെയുമെല്ലാം ആകെ തുക എന്താണ്? അത് ഈ ഒരൊറ്റ സംഖ്യയിലൊതുക്കാം: 1. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ആ വാക്കുകൾ: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. ഇന്നും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരുപാട് വിഭജനങ്ങൾ നിലനിൽക്കുന്ന ഈ ലോകത്ത് മനുഷ്യരാശിയെ മുഴുവൻ ഒന്നായി മാത്രം കണ്ട ആ മഹാനായ നേതാവിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.